ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ഇതിൽ നമുക്കറിയാവുന്നതുപോലെ തുടക്കത്തിൽ നടപടി എന്ന രീതിയിൽ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥർ അവരുടെ വിരമിക്കൽ ആനുകൂല്യം അത് തടഞ്ഞു വയ്ക്കുക, ഇതിനോടകം കൈപ്പറ്റിയ തുക തിരിച്ചു പിടിക്കുക എന്നതിലേക്കും ദേവസ്വം ബോർഡ് കടക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ മേൽ കുറ്റം ചാരിവെച്ചുകൊണ്ട് സർക്കാർ രക്ഷപ്പെടാൻ നോക്കേണ്ട എന്നതായിരിക്കും തീർച്ചയായും പ്രതിപക്ഷം ഇനി പറയാൻ പോകുന്നത്. പ്രതിപക്ഷത്തിന്റെ ആവശ്യം ദേവസ്വം മന്ത്രി രാജിവെക്കുക, ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കുക എന്നുള്ളതാണ്. വിശദമായൊരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. അത് കോടതിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ആ കാര്യങ്ങൾ നടക്കുന്നതും. അടുത്ത പടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഒരുപക്ഷെ സർക്കാർ പ്രതിരോധം തീർക്കാനും പോകുന്നത്, അല്ലേ? അനുജ, മുരാരി ബാബു എന്ന ഉദ്യോഗസ്ഥൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കുമ്പോഴാണ് 2019 ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുകയും അത് ചെമ്പുപാളി എന്ന മഹസർ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം ആരോപിച്ചുകൊണ്ടാണ് മുരാരി ബാബുവിനെ ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അനുജ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തോടൊപ്പം അക്കാലത്തുണ്ടായിരുന്ന ഇതുമായി ബന്ധപ്പെട്ട ചുമതലകളുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കാനും നൽകിയ ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിക്കാനുമുള്ള നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് നീങ്ങുന്നു. എന്നാൽ കേവലം എക്സിക്യൂട്ടീവ് ഓഫീസറോ അല്ലെങ്കിൽ അനുബന്ധമായി പ്രവർത്തിച്ച 2 ഉദ്യോഗസ്ഥർക്കോ മാത്രമാണോ ഈ ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന ചോദ്യമാണ് ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്നത്. കാരണം എക്സിക്യൂട്ടീവ് ഓഫീസറോ അല്ലെങ്കിൽ തിരുവാഭരണം കമ്മീഷണറോ ഇതര ഉദ്യോഗസ്ഥരോ തീരുമാനിച്ചാൽ മാത്രം കഴിയുന്നതല്ല ശബരിമല ശ്രീകോവിലിന്മേൽ മുന്നിലെ ദ്വാരപാലക പാളികളിൽ പതിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ എടുത്ത് അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അതിനു മുമ്പ് വരെ കേട്ടുകേൾവിയില്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പശ്ചാത്തലം എന്താണ്, ജീവിത പശ്ചാത്തലം എന്താണ് എന്നറിയാത്ത ഒരാൾ കൊടുത്തുവിടാനുള്ള തീരുമാനം കേവലം ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറോ അല്ലെങ്കിൽ തിരുവാഭരണം കമ്മീഷണറോ എടുക്കുന്ന തീരുമാനമല്ല, മറിച്ച് അത് ദേവസ്വം ബോർഡിൻ്റെ ഉന്നത സമിതികളിൽ ദേവസ്വം ബോർഡ് തന്നെ കൈക്കൊള്ളുന്ന തീരുമാനമാണ്. അപ്പോൾ അത്തരം ഗുരുതരമായ ഒരു പിഴവിന് അല്ലെങ്കിൽ അത്തരമൊരു നിയമലംഘനത്തിന്, ചട്ടലംഘനത്തിന്, ക്രമക്കേടിന് കേവലം ഒരു ഉദ്യോഗസ്ഥനെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടി അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മാത്രമല്ല, ഈ മുരാരി ബാബുവിൻ്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിൽ തന്നെ അക്കാര്യം വ്യക്തമാണ്. ഞാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലയിൽ മാത്രം വിചാരിച്ചാൽ എടുക്കാവുന്ന തീരുമാനമല്ല. എനിക്ക് മുകളിൽ ഡെപ്യൂട്ടി കമ്മീഷണറുണ്ട്, അതിന് മുകളിൽ ദേവസ്വം കമ്മീഷണറുണ്ട്, ദേവസ്വം ബോർഡ് തന്നെയുണ്ട്. അപ്പോൾ ഈ ഉത്തരവാദിത്തം അവർക്ക് കൂടി ഉള്ളതാണ്. ആ ഉത്തരവാദിത്തങ്ങൾ വിഭജിക്കപ്പെട്ടു പോകുന്നു എന്നല്ലാതെ ഏറ്റവും അടിസ്ഥാനപരമായ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അപ്പോൾ അവിടെ കൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ തീരില്ല. വലിയ വലിയ സ്രാവുകൾ ഇനിയും ഈ കാര്യത്തിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിനും ഭരണ നേതൃത്വത്തിനും ഒക്കെ ഉത്തരവാദിത്തമുള്ള ഒരു ക്രമക്കേടായി ഇത് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മുരാരി ബാബുവിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില ഉദ്യോഗസ്ഥരെയോ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഈ വിവാദം തണുപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ഇപ്പോൾ അത്തരമൊരു ശ്രമത്തിലാണ് ദേവസ്വം ബോർഡ് തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ ഈ കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷണം നടന്നതിന് ശേഷം അതെല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ മുരാരി ബാബുവിനെതിരെ നടപടിയെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് വരുന്നത്. എന്നാൽ ദേവസ്വം ബോർഡിന് ഈ നടപടി കൊണ്ട് മാത്രം തങ്ങളുടെ പിഴവ്, തങ്ങളുടെ ഗുരുതരമായ വീഴ്ചകളെ മറക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അനുജ, അതാണ് പ്രതിപക്ഷം പ്രധാനമായും ആവശ്യപ്പെടുന്നത്. വിഷയത്തിൽ CBI അന്വേഷണമാണ്. കൂടാതെ ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുമ്പോൾ കോടതി മേൽനോട്ടത്തിൽ തന്നെയാണ്, കോടതി പറഞ്ഞത് പ്രകാരം തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാകാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.